ഹലോ, ഇന്ന് തിരുവോണ സദ്യ ഉണ്ടാക്കാൻ പോവാട്ടോ. അപ്പൊ ആദ്യം നമ്മൾ സാമ്പാർ തുടങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഐശ്വര്യമായിട്ട് സാമ്പാർ തുടങ്ങി. സാമ്പാർ നന്നായിട്ട് അങ്ങോട്ട് തിളച്ചു വന്നു. അതിലേക്ക് ഞാൻ ഉലുവപ്പൊടിയും ചേർത്ത് അങ്ങോട്ട് വാങ്ങി വെച്ചു. ഇതിന് ശേഷം അവിയലോട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ കരിഞ്ഞു വെച്ച കഷ്ണങ്ങളൊക്കെ അടുപ്പത്തേക്ക് വെച്ചു കൊടുത്ത് പാകത്തിന് വെള്ളവും ചേർത്ത് കൊടുത്ത് മഞ്ഞപ്പൊടി ഉപ്പും മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഇത്ര കറിവേപ്പിലയോട് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി അടച്ചു വെച്ചു. അതിന് നമുക്ക് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കണം. അപ്പൊ അങ്ങനെ അതിൽ കഷ്ണങ്ങൾ വെന്ത് വന്നു. അതിലേക്ക് ഞാൻ പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുത്ത് നമ്മൾ തേങ്ങയും ജീരകവും കുഞ്ഞുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് അവിക്ക് കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ അതും നമ്മളങ്ങോട്ട് വാങ്ങി വെച്ചു. അതിനുശേഷം അതിലേക്ക് നന്നായിട്ട് എല്ലാം കൂടെ അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി ഇളക്കിയ ശേഷം പാകത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നമ്മുടെ അങ്ങനെ അവിയൽ റെഡിയായി. ഇത് നമുക്ക് ചെയ്യാനുള്ളത് ഒരുപാട് കറി ചെയ്യാനുണ്ട് കേട്ടോ. അത് സദ്യയല്ലേ. അപ്പൊ അങ്ങനെ അതിന് തോരനാണ് അച്ചിങ്ങപ്പര അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ കടുക് പൊടിച്ച് നമ്മുടെ പയറും അരപ്പും കൂടി ചേർത്ത് കൊടുത്തു. അതങ്ങോട്ട് വെച്ചു. അതിലേക്ക് ശേഷം ഞാൻ കാളിനുണ്ടാക്കാൻ പോവാണ്. ഏത്തപ്പഴം കാളിനുണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ഏത്തപ്പഴം അരിഞ്ഞു വെച്ച് അതിലേക്ക് പച്ചമുളകും ചേർത്ത് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചു. നമ്മുടെ റെഡിയാക്കി വെച്ച അരപ്പോട് ചേർത്ത് നമ്മുടെ കാളിന് റെഡിയാക്കി നമ്മൾ മിക്സിയിൽ തൈരൊന്ന് അടിച്ചെടുക്കും കേട്ടോ. എന്നിട്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് ഭാഗത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നമ്മുടെ കാളിന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ചെയ്യാനുള്ളത് പച്ചടിയാണ്. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു വെണ്ടയ്ക്ക പച്ചടി ഉണ്ടാക്കാമെന്ന്. അപ്പൊ അങ്ങനെ ഒരു കുറച്ച് വെണ്ടയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അതുകൂടി എടുത്ത് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കനം കുറച്ച് അരിച്ചെടുത്ത് നമ്മൾ വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ആദ്യം വെണ്ടയ്ക്ക. അപ്പൊ അങ്ങനെ ഫ്രൈ ആക്കി എടുത്ത് വെളിച്ചെണ്ണ അങ്ങോട്ട് നമ്മുടെ വെണ്ടയ്ക്ക എടുത്ത് വെച്ചു. അതിലേക്ക് തേങ്ങായും പച്ചക്കടുക് ചുവന്നുള്ളി കാന്താരി തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. അതിലേക്ക് വാങ്ങിയ ശേഷം നമ്മൾ തൈര് ഒഴിച്ചു കൊടുത്ത് ചെറുതാട്ടം ചൂടാക്കി നമുക്ക് നമ്മൾ വെണ്ടയ്ക്ക വറുത്ത എണ്ണ ഉണ്ടല്ലോ അതിലേക്ക് തന്നെയാണ് ഒരു ശകലം കടുക് ഇട്ട് അങ്ങോട്ട് പൊട്ടിച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് പച്ചമുളകും ചേർത്ത് കൊടുത്ത് അതുകൊണ്ട് നമ്മുടെ കറിയിലേക്ക് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക പച്ചടി ഇവിടെ റെഡിയായി. അങ്ങനെ അത്യാവശ്യം ഞാൻ റെഡിയാക്കുന്ന കറികളൊക്കെ ഇന്ന് റെഡിയായി കേട്ടോ. അപ്പൊ ഇനി പരിപ്പും പപ്പടം ഉണ്ടാക്കുന്നുണ്ട്. അത് അമ്മയുടെ സെക്ഷനാണ്, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ അങ്ങനെ അത് നമ്മള് ഇപ്പൊ ഞാൻ ലാസ്റ്റ് പായസം ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അങ്ങനെ പായസം പാലയുടെ മിക്സ് ആട്ടോ വാങ്ങിയത്, ഇൻസ്റ്റന്റ് പാലയുടെ പായസം മിക്സ്. അപ്പൊ നമ്മൾ പാല് തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മുടെ പലട മിക്സ് ഇട്ട് കൊടുത്തു. അപ്പൊ അങ്ങനെ പായസം റെഡിയായി. വാങ്ങിച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. അപ്പൊ പിന്നെ അമ്മ നമുക്ക് പരിപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് അമ്മ ഇറങ്ങി വന്നു. അപ്പൊ അമ്മയുടെ സെക്ഷനായിരുന്നു പരിപ്പും പപ്പടവും. അപ്പൊ അമ്മ പരിപ്പും ഉണ്ടാക്കി വെച്ച് പപ്പടവും കാച്ചി കേട്ടോ ലാസ്റ്റ്. അപ്പൊ അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഓണത്തിനുള്ള കറികളെല്ലാം റെഡിയായി. നമ്മളിപ്പോൾ തലേദിവസം തന്നെ ഇഞ്ചിയും നാരങ്ങായും മാങ്ങായും എല്ലാം റെഡിയാക്കി വെക്കും കേട്ടോ. ഇന്ന് ഉണ്ടാക്കാൻ പോയ താമസമല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാതിരിക്കുകയാണ്. അടിപൊളി സദ്യയായിരുന്നു എല്ലാ കറിയിലും കൂട്ടി. അപ്പൊ നമ്മൾ ഓണസദ്യ കഴിക്കുവാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ.